പാകിസ്ഥാനിൽ പോയൊരു അനുഭവം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താണ് അനുഭവം? എൻ്റെ ഈ 23 വർഷത്തെ സഞ്ചാരത്തിനിടയിൽ ഞാൻ ഒരിക്കലും മറക്കാത്തതും, ഞാൻ പലരുമായിട്ട് ഇപ്പം നിങ്ങളായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും അത് പറഞ്ഞത് ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പുസ്തകത്തിൽ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് പറയണമെന്ന്. കാരണം എനിക്ക് തോന്നുന്നു 2008 2009 ആ ടൈമിലാണ് ഒരു സെപ്റ്റംബർ, അതായത് സമ്മർ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ടൈമിൽ ഞങ്ങൾ ഹണ്ടിങ്ങിന് പോകുമായിരുന്നു. അത് പാകിസ്ഥാൻ്റെ ടൗണായ പെഷ്വാർ ഇസ് വെരി ഫേമസ് ഫോർ ഈ ഫാൽക്കണിങ്ങിൻ്റെ ഇടയിൽ ഭയങ്കര ഫേമസ് ആണ്. അവരുടെ ഒരു ജംറുദ് എന്ന് പറയുന്ന ഒരു ടൗൺ, ഒരു പട്ടണമുണ്ട്. അത് പെഷ്വാർ, അത് അഫ്ഗാനിസ്ഥാൻ ബോർഡറാണത്. ഇതെന്ന് ടോർക്കം എന്ന് പറയുന്ന ഒരു ടൗണുമായിട്ട് ബോർഡർ ഇത്. കാരണം പെഷ്വാറിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉള്ളൂ യു ആർ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഞങ്ങൾ ആ രണ്ട് ടെറിട്ടറിയിലും പോകുമായിരുന്നു. കാരണം അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അന്ന് അഹമ്മദ് കർസായി ഭരണമായത് കാരണം അവർക്ക് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സെക്യൂരിറ്റി ഉണ്ട്. ബട്ട് ഞങ്ങളുടെ ക്യാമ്പും കാര്യങ്ങളെല്ലാം പെഷ്വാറിലായിരുന്നു. അപ്പോൾ 30 കിലോമീറ്റേഴ്സ് ഒരു വലിയൊരു ഡിസ്റ്റൻസ് അല്ല. അപ്പോൾ ഞങ്ങൾ ഹണ്ടിങ് കഴിഞ്ഞ് വന്ന് കിടക്കും. അപ്പോൾ ഒരു സാധാരണ ഒരു ഹണ്ടിങ് ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു 14 days 15 days. ഇപ്പോൾ കുവൈറ്റ് അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് UAE സൗദി അറേബ്യയ്ക്ക് ഇപ്പോഴും അവിടെ പോകുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അവിടെ എനിക്കൊരു വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ ഹണ്ടിങ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സാധാരണ നോർമലി ഹണ്ടിങ്ങിന് വരുമ്പോൾ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ഗുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹണ്ടിങ് കഴിഞ്ഞ് തിരിച്ച് പോകാനായിട്ടുള്ള ഒരു ടൈമിന് ആദ്യം ഞങ്ങൾ വിളിച്ചു വരുത്തുക ഞങ്ങളുടെ കാർഗോ പ്ലെയിനിനാണ്. ഞങ്ങളുടെ കാർഗോ പ്ലെയിൻ വരും. കാരണം ഞങ്ങളുടെ വാഹനങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഹെർക്കുലീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാർഗോ പ്ലെയിൻ വരും. അപ്പോൾ ഒരു 2 ദിവസം മുമ്പ് സാധാരണ ഞങ്ങൾ ഒരു ക്യാമ്പിൽ വെക്കുന്നൊരു റിക്വസ്റ്റാണ്, ഞങ്ങളെ സഹായിച്ച അവിടുത്തെ ഒഫീഷ്യൽസിനും അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനും അവിടുത്തെ സെക്യൂരിറ്റി ഒഫീഷ്യൽസിനും എല്ലാവർക്കും ഞങ്ങൾ അവരോട് ചോദിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നമ്മൾ ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്യും. അത് ദിസ് ഈസ് പാർട്ട് ഓഫ് ദ കൾച്ചർ. അപ്പം നമ്മളവർ കൊടുക്കും. അപ്പോൾ അവരോട് എല്ലാവരോടും ചോദിക്കും. അപ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിരുന്നു എൻ്റെ പ്രൊട്ടക്ഷൻ കാര്യം. കാരണം ബിക്കോസ് ഞാൻ മറ്റുള്ളവരുടെ കൂടെ പോകാതെ ടൗണിൽ പല കാര്യങ്ങൾക്ക് പോകാൻ, അപ്പോൾ ഇഫ്തക്കാർ എന്നായിരുന്നു ഓഫീസറിൻ്റെ പേര്. അദ്ദേഹം ആണ് ഞങ്ങളുടെ ടോട്ടൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന മേജർ ജനറലിൻ്റെ. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരവും ഡിന്നറിനും ഇതിനൊക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ റിക്വസ്റ്റ് വെച്ചു. ഇഫ്തക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മേജർ ജനറലിന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാധാരണ ഈ പട്ടാളക്കാരൊക്കെ എന്തൊക്കെയാണ് ആവശ്യപ്പെടാറ്? എല്ലാവർക്കും പ്രത്യേകിച്ചൊരു രാജാവ് ആവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എല്ലാവർക്കും പറ്റാവുന്നത് എല്ലാവരും പറയും. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ ഇപ്പോൾ ഹോം അപ്ലയൻസസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ, TV ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനം. കാരണം ഞങ്ങളുടെ ഇത്രയും വലിയൊരു വിമാനം അവിടെ നിന്ന് കാലിയായിട്ട് വരികയാണ്. ഞങ്ങൾക്ക് ഈ ആൾക്കാർക്ക് ഒരു ഭരണാധികാരിക്ക് അത് നിസ്സാരമായ ആവശ്യങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം വെച്ച ഒരു റിക്വസ്റ്റ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം വെച്ചൊരു റിക്വസ്റ്റ് ഒരു 2008 2009 ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മലയാളത്തിലെ കുറച്ച് സിനിമകളുടെ CD വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ച്, എനിക്ക് ശരിക്കും അതൊരു കൗതുകം തോന്നിയ ഒരു റിക്വസ്റ്റായിരുന്നു. ബിക്കോസ് ഒരു പാകിസ്ഥാൻ മേജർ ആർമി ജനറൽ മലയാളത്തിലുള്ള, അദ്ദേഹം സ്പെസിഫിക്കായിട്ട് പറഞ്ഞു, എനിക്ക് ഷക്കീല എന്ന് പറയുന്ന ഒരു നടിയുടെ CD-കളാണ് വേണ്ടത്. ഈ സിനിമയുടെ CD-കൾ കിട്ടാൻ വല്ല മാർഗമുണ്ടോ, അതിൻ്റെ ഒറിജിനൽ CDs കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഞാൻ അതിശയിച്ചു പോയി. കാരണം പാകിസ്ഥാൻ്റെ ബോർഡർ ടൗൺ പെഷ്വാറില്ല, അതിൽ പാകിസ്ഥാൻ്റെ ഒരു മേജർ ജനറൽ, അദ്ദേഹം ഷക്കീലയുടെ ഒരു ആരാധകനാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറേ ഞാൻ പോലും ഷക്കീലിൻ്റെ എനിക്ക് കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയാണല്ലോ ആ സമയത്ത് ഫേമസ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാണ് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ CD തപ്പിയെടുക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം കുവൈറ്റിലൊക്കെ എല്ലാവരും വീടുകളിൽ നടന്ന് വിൽക്കുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു. അത് ഇറ്റ്സ് ലൈക്ക് കുറച്ച് ആൾക്കാർ ഒരു സൈഡ് ബിസിനസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഞാൻ CD വാങ്ങിക്കുന്ന ഒരു പയ്യനുണ്ട്, അവനൊന്നും ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞു, എടാ എനിക്ക് ഷക്കീലനെ കുറിച്ച് കിട്ടാവുന്ന പരമാവധി എന്തോരം CD-കളുണ്ടെന്ന് ഇതെല്ലാം സംഘടിപ്പിച്ച് എനിക്കൊരു ആഴ്ച. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എന്തിനാണ് ഇത്രയ്ക്ക് ഷക്കീലനോട്? ഞാൻ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ന സ്ഥലത്ത് നീ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു.
ഞാനിത് എയർപോർട്ടിൽ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ തോട് അവിടെ ചെന്നപ്പോൾ അവർക്കത് വലിയൊരു സംശയമായി. കാരണം ഞാൻ എന്തുകൊണ്ട് ഇത്ര പേരത്തെ CD ഞങ്ങളുടെ കുവൈറ്റ് ഇൻ്റലിജൻസിന് സംശയം വന്നിട്ട് ഇത്ര പേരത്തെ CD എന്തെന്നാണ് അപ്പോൾ അവർ ഇതെല്ലാം എടുത്ത് കാണേണ്ടി വന്നു. ബിക്കോസ് അവർക്കൊരു സംശയം തോന്നിയിട്ട് എന്തിനാണ് ഇത്രയും CD ഈ ഒരു പ്ലെയിനിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊരു അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ CD ഈ കാർഗോ പ്ലെയിനിൽ വന്ന് ഞാൻ തന്നെ ചെന്ന് റിസീവ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായ സന്തോഷം, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് 2-3 ഉമ്മയും മേജർ ജനറൽ അദ്ദേഹം ഞങ്ങളതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഞാനിരുന്ന ഇടയ്ക്കിടയ്ക്ക് ആലേ, കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ ഈ CD അടങ്ങുന്ന ഒരു ബിഗ് ഷോപ്പർ പോലത്തെ ഒരു ബാഗ് കൊടുത്തപ്പോൾ ഒരു പാകിസ്ഥാൻ മേജർ ജനറലിൻ്റെ മുമ്പിലും നമ്മുടെ മലയാളത്തിലെ സിനിമകൾക്ക് ഇത്ര പ്രാധാന്യമുണ്ട്, അവർക്ക് ആകെ അറിയാവുന്ന പേര് ഷക്കീല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ശരിക്കും അന്ന് തുടങ്ങി എനിക്കും ഷക്കീലിനോട് വലിയൊരു ബഹുമാനമാണ്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ബോർഡർ ടൗണിൽ എത്രയോ നടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ടായിട്ടും ഷക്കീല മാഡത്തിൻ്റെ പേര് മാത്രം ഒരു പാകിസ്ഥാൻ ആർമി ജനറൽ പറഞ്ഞത് അതെനിക്കൊരിക്കലും സ്റ്റിൽ ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഷക്കീല എന്ന് പറയുന്ന ഒരു വലിയ നടി, അവർ കാലഘട്ടം മാറി ഈ രംഗത്തേക്ക് വന്നു. ഇന്നായിരുന്നുവെങ്കിൽ സണ്ണി ലിയോണൊക്കെ മാറി നിൽക്കുമായിരുന്നു ഒരു. തീർച്ചയായിട്ടും ആ ഒത്ര ടാലൻ്റുള്ള ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു നടി തന്നെ. അപ്പോൾ അവർക്ക് പാകിസ്ഥാനിലെ ഒരു ആരാധകർ, അത് പാക് ജനറൽ ആരാധകർ. ആർമി ജനറലിൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഷക്കീലയുടെ ഒരു സിനിമയുടെ CD. എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും എൻ്റെ അടുത്ത് അന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു പരസ്പരം സല്യൂട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ ഈ റിക്വസ്റ്റ് എനിക്ക് തന്നതിനെന്താണ്. അപ്പോൾ അത് എന്തെങ്കിലും മാഡം ഷക്കീല കാണുകയാണെങ്കിൽ ഇതൊരു ഇതാണ്. കാരണം യു ഹാവ് ആരാധകർ പാകിസ്ഥാനിൽ വരെ അങ്ങേക്കുണ്ട്. അത് സൈന്യത്തിൽ സാധാരണക്കാരനായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് പോട്ടെ എവിടെന്നെങ്കിലും കേട്ടറിഞ്ഞാണോ എന്ന് വിചാരിക്കും. പക്ഷെ ഒരു സൈനിക ജനറലിന് ഷക്കീലയോട് വലിയ ആരാധനയും അത്രയേറെ CD ഉറപ്പായിട്ടും അതിഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതൊരു എൻ്റെ യാത്രാ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തതും ഞാൻ എന്നും ആലോചിച്ച് ഞാൻ എത്രയോ പേരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ അറിയില്ല. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണോ എന്നുള്ളൊരു രീതിയിൽ. അതായത് ഈ ഒരു വേദി എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയതിൽ എനിക്ക് തന്നെ സന്തോഷമുണ്ട്. മലയാള സിനിമയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം എന്നിലൂടെ അവർ കേട്ടെന്നുള്ളത്. അതുപോലെ പിന്നീട് നമ്മൾ ഈ കുവൈറ്റ് ഇന്റലിജൻസ് പിന്നെ വന്ന് ചോദിച്ചായിരുന്നു എന്തിനായിരുന്നു അവർ പിന്നീട് എനിക്കിതൊരു വീക്ക്നെസ് ആണെന്നുള്ള രീതിയിലാണ് അവർ കണ്ടത്. പക്ഷെ ഞാനത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ വിചാരിച്ച് ഞാനിത് എൻ്റെ അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഇത് കയറ്റി വിട്ട ആൾ ചോദിച്ചു, നീ അത്രയ്ക്കും CD ഉണ്ടല്ലോ, അപ്പോൾ 2 ദിവസത്തിനുണ്ട്, നീ 2 ദിവസം ഈ CD കാണാൻ വേണ്ടി ചോദിച്ചു. അതൊരു വലിയൊരു അനുഭവം തന്നെയാണത്. പാകിസ്ഥാനിൽ തന്നെ ഉണ്ടായ ഒരു വലിയ അനുഭവം. ഈ ഇത് പറഞ്ഞ ഡയറക്ടറായിട്ട് ഈ പറയുന്ന ഡയറക്ടർ ജനറൽ ചോദിക്കായിരുന്നത് സഹായില്ല. അത് ഇഫ്തിഖാറാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. കാരണം പക്ഷെ അദ്ദേഹം അതൊരു എന്താ പറയുക, അദ്ദേഹം പറയുന്നത് കാരണം അൺഎഡിറ്റഡ് CDs നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്ത CD ആണ് കിട്ടുന്നത്. ഓക്കെ, വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിൽ മറ്റുള്ളവർ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. ആ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചാനലിനകത്തേക്ക് പ്രവേശിക്കാനാകും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൽ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയത്ത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടെത്തും. അതോടൊപ്പം തന്നെ ഓരോ വീഡിയോകളും കാണുമ്പോൾ ആ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. വീഡിയോകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോകൾ ഷെയർ ചെയ്യുക. മറ്റുള്ളവരോട് നമ്മുടെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.